2 ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാളെ ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിൽ നടക്കുന്ന 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. 4 വർഷങ്ങൾക്ക് ശേഷമാണ് പുടിൻ ഇന്ത്യയിലെത്തുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണയും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്നത് കുറയ്ക്കാൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച. അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ നിന്ന് ഇന്ത്യ റഷ്യ വ്യാപാരത്തെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ, ആണവോർജ്ജത്തിനായുള്ള ചെറിയ മോഡുലാർ റിയാക്ടറുകൾക്കുള്ള വാഗ്ദാനം, പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കൽ, ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട സഹകരണം തുടങ്ങിയ വിഷയങ്ങളാണ് കൂടിക്കാഴ്ചയിൽ ചർച്ചയാവുക. നാളെ പുടിൻ ഇന്ത്യയിലെത്തുകയാണ്. 2 ദിവസത്തെ സന്ദർശനമാണ്. ഈ ട്രംപുമായുള്ള അടുത്ത ബന്ധം, പുടിൻ്റെ ബന്ധം അറിയാം. അത്രത്തോളം ചർച്ചയാണ് മോദിയുമായുള്ള പുടിൻ്റെ ബന്ധമെന്ന് പറയുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആ ചർച്ച പരാജയപ്പെട്ട ഒരു സാഹചര്യം കൂടിയാണ്. അതായത് റഷ്യയ്ക്ക് മേൽ ഇനിയും അമേരിക്കയ്ക്ക് സമ്മർദ്ദം ചെലുത്തേണ്ടി വരുമെന്നുള്ള സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇന്ത്യ റഷ്യ വ്യാപാരത്തെ അടക്കം ബാധിച്ചേക്കും എന്നുള്ള ചില കാര്യങ്ങൾ, അത് ഏറെക്കാലമായി ട്രംപിൻ്റെ നടപടികൾ പോലും ഇന്ത്യ റഷ്യ വ്യാപാരങ്ങളെ ബാധിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ചില നടപടികളൊക്കെ ട്രംപ് നേരത്തെ എടുത്തിരുന്നു. ഇതിനെ സംബന്ധിച്ച ചില ചർച്ചകളൊക്കെ തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. ഡൽഹിയിൽ നടക്കുന്ന 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ ഇതൊക്കെ ചർച്ചയാകും. 4 വർഷങ്ങൾക്ക് ശേഷമാണ് പുടിൻ ഇന്ത്യയിലെത്തുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണയും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്നത് കുറയ്ക്കാനൊരു സമ്മർദ്ദം അമേരിക്കയുടെ ഭാഗത്തു നിന്നും കൂടിയുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടി ആണ് ഈ കൂടിക്കാഴ്ച. അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ നിന്ന് ഇന്ത്യ റഷ്യ വ്യാപാരത്തെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ആണവോർജ്ജത്തിനായുള്ള ചെറിയ മോഡുലാർ റിയാക്ടറുകൾക്കുള്ള വാഗ്ദാനം, പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കൽ, ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട സഹകരണം തുടങ്ങിയ വിഷയങ്ങളാണ് കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുക.